അന്തേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള കൊയർ ബോർഡിലെ ഒരു ജീവനക്കാരി ടെൻഷൻ താങ്ങാൻ വയ്യാതെ സ്ട്രോക്ക് വന്ന് മരണപ്പെട്ടിരിക്കുന്നു. അതായത് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇവരൊരു ക്യാൻസർ പേഷ്യൻ്റായിരുന്നു. ഇവർക്ക് ഒരുപാട് മറ്റ് അസുഖങ്ങളുണ്ടായിരുന്നു. യാതൊരു കാരണവുമില്ലാതെ ഇവരെ ആന്ധ്രാപ്രദേശിലേക്ക് സ്ഥലം മാറ്റി അവരെ മാക്സിമം ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് അത്രയും ബിപിയും പ്രഷറുമൊക്കെ കൂടി തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായി ദാരുണമായി മരണപ്പെട്ടത്. അങ്ങ് എന്നോട് സംസാരിച്ചപ്പോൾ, ഞാൻ നേരത്തെ അങ്ങേയായിട്ട് സംസാരിച്ചപ്പോൾ വളരെയധികം ധാർമ്മിക രോക്ഷം അങ്ങയിലുള്ളതായിട്ട് ഞാൻ കണ്ടു. ഒരു പാവപ്പെട്ട സ്ത്രീയുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയി, ജീവൻ നഷ്ടപ്പെട്ടു പോയി. ഇത് കേന്ദ്ര സർക്കാരാണോ സംസ്ഥാന സർക്കാരാണോ ഇതിൻ്റെ ഭരിക്കുന്നത് എന്നല്ല, ഇത് അധാർമികമാണ്, അനീതിയാണ്. ഇതിനെതിരെ പ്രതികരിക്കണം എന്നൊരു ഭാഗമാണ് ഞാൻ അങ്ങനെ നിന്ന് കണ്ടത്. സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇതിൽ ഈ കുറ്റവാളികൾ ആരാണ് യഥാർത്ഥം? ഇതൊരു വലിയൊരു വിഷയമാണ്. കാരണം കോയർ ബോർഡിനകത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ജനാധിപത്യ വിരുദ്ധമായ, അവിടെയുള്ള സ്ഥാപനത്തിന് വിരുദ്ധമായ നടപടികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ അവിടെയുള്ള ജോളി മധു എന്ന് പറയുന്ന സ്ത്രീയാണ് മരിച്ചത്. അതെ, വളരെ ദാരുണമായിട്ടില്ല. 56 വയസ്സ് പ്രായമുള്ളൊരു സ്ത്രീ, അവരാണ് മരിക്കുന്നത്. അവർ ടെൻഷൻ താങ്ങാതെ കണ്ടാണ് മരിക്കുന്നത്. അവർ അവസാന നിമിഷം ഇനിയിപ്പോൾ അവർക്കൊരു 3.5 വർഷമാണ് ബാക്കിയുള്ളത്. സാധാരണ സെൻട്രൽ ഗവൺമെൻറ് നോംസ് പ്രകാരം 5 വർഷത്തിനിടയ്ക്ക് ആരും ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല എന്നാണ് റിട്ടയർമെൻറ്റിന്. ഇവർക്ക് 3.5 വർഷം ബാക്കിയുള്ളൂ എന്നുള്ളത് സെൻട്രൽ ഗവൺമെൻറ് ആൾക്കറിയാം. എൻ്റെ ഗവൺമെൻറ് പക്ഷത്ത് മാത്രമല്ല, ഇതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ചില വ്യക്തികൾ അതിനകത്തുണ്ട്. ഇപ്പോൾ നേരത്തെ ഇവിടുത്തെ സെക്രട്ടറി ആയിരുന്ന ശുക്ല, ആ ശുക്ലയാണ് ഇപ്പോൾ അവിടെ കേന്ദ്രത്തിലാണ് ഇപ്പോൾ ചെയ്യാനുള്ളത്. ഇവിടുത്തെ സെക്രട്ടറിയുടെ ചാർജ് അദ്ദേഹത്തിനായിരുന്നു. ആ സെക്രട്ടറി സ്ഥാനം കഴിഞ്ഞ് അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തി മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടു. അവിടുത്തെ ഇപ്പോൾ ചെയർമാൻ സ്ഥാനത്ത് ചെയർമാൻ വേക്കൻസി ഇല്ലാണ്ടിരിക്കുന്നു. ആ ചെയർമാൻ സ്ഥാനത്തേക്ക് മറ്റൊരു ഗവൺമെൻറ് ജോയിൻറ്റ് സെക്രട്ടറിയാണ് ഇപ്പോൾ ചെയർമാൻ സ്ഥാനത്തുള്ളത്. ഇവർ തമ്മിലുള്ള ഒരു കൂട്ടുകൃഷിയാണ് ഈ പ്രശ്നം. കാരണം ഞാൻ കൂട്ടുകൃഷി എന്ന് പറയാനായിട്ട്, ഈ സ്ത്രീ 56 വയസ്സ് കഴിഞ്ഞൊരു സ്ത്രീയെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇവർ ക്യാൻസർ പേഷ്യൻ്റാണ്. ഇവർ ഭർത്താവ് മരിച്ചിട്ട് 3-4 വർഷമായിട്ടുള്ളൂ. ഇതൊക്കെ തിരിച്ചറിയേണ്ടതല്ലേ? ഒരു മനുഷ്യത്വം വേണ്ടതല്ലേ? എവിടെ ഈ പറയുന്ന ശുക്ല എന്ന് പറയുന്ന ആൾ, ഇയാൾ റിട്ടയർ ചെയ്തിട്ട് 2 വർഷമായല്ലോ. ഇയാൾക്ക് വയസ്സ് എത്രയായി? 63 വയസ്സായി. റിട്ടയർ ചെയ്തിട്ട് 2 വർഷം കഴിഞ്ഞു. ജനുവരി 31 അയാൾ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് 2 കൊല്ലത്തെ അയാളുടെ എക്സ്റ്റൻഷൻ പീരീഡും കൂടി കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അയാളത് 3ാമത്തെ വർഷം പുതിയ അവതാരത്തിലേക്ക് വരികയാണ്. അയാളുടെ ആവശ്യം അയാൾക്ക് ഇനി അഡ്വൈസർ ആവണം കോയർ ബോർഡിൻ്റെ. അയാൾക്ക് കോയർ ബോർഡിൻ്റെ ചെയർമാൻ ആവണം. ഇതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗത്തുമായിട്ട് ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില കെടുകാര്യസ്ഥതകളെ സംബന്ധിച്ച് വ്യക്തമായിട്ട് കാണിച്ചു എന്നുള്ളതാണ് ജോളി ചെയ്തിരിക്കുന്ന മിസ്റ്റേക്ക്. അതാണ് ഈ ജോളിയുടെ ഭർത്താവ് മരിക്കുന്ന 4 കൊല്ലത്തിന് മുമ്പാണ്. ഒരു വിധവയായിട്ടുള്ള സ്ത്രീ, ക്യാൻസർ പേഷ്യൻ്റായിട്ടുള്ള സ്ത്രീ. ഇത്തരം പരാതികളുണ്ട്. ഞാൻ അവിടെ കോയർപള്ളി ഞാൻ വീട്ടിൽ നിന്ന് അന്വേഷിച്ചിരുന്നു. അവർ ഓഫീസിലൊരു വളരെ പക്കയാണ്. അങ്ങനെ വളരെ കൃത്യമായിട്ട് ഓഫീസ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥ മാറ്റുന്നതിന് പിന്നിലുള്ള കാരണം എന്താണ്? ഈ ശുക്ലയ്ക്കൊരു ലെറ്റർ വേണമായിരുന്നു കോയർ ബോർഡിൽ നിന്ന്. അത് സൈൻ ചെയ്യുന്നത് ജോളിയാണ് സൈൻ ചെയ്യേണ്ടത്. അതിൻ്റെ താഴത്ത് ജോളി സെക്രട്ടറി ഇൻ ചാർജ് എന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്തു. ഇദ്ദേഹത്തിന് അത് പോരാ, ഇദ്ദേഹത്തിന് സെക്രട്ടറിയുടെ ഒപ്പ് വേണം. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾ സെക്രട്ടറി എന്നുള്ള പേര് വെച്ചിട്ട് ഒപ്പിട്ടുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു അത് പറ്റില്ലല്ലോ. കാരണം സെൻട്രൽ ഗവൺമെൻറ് നോംസ് പ്രകാരം സെക്രട്ടറിയുടെ ചാർജിലുള്ള ആളുകൾ സെക്രട്ടറി ഇൻ ചാർജ് എന്ന് പറഞ്ഞിട്ട് ഒപ്പിടാൻ വേണ്ടി പാടുള്ളൂ. യഥാർത്ഥമായിട്ട് വേറെ സെക്രട്ടറി ഉണ്ട്, കുമാരരാജ എന്ന് പറ്റും അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇപ്പോൾ ഉള്ളത് തഞ്ചാവൂരാണുള്ളത്. ചില അന്വേഷണമൊക്കെ നേരിട്ടുണ്ട്. പുള്ളി അങ്ങനെ മാറി നിൽക്കുകയാണ്. ഈ തൽസ്ഥാനത്തേക്കാണ് ഇവർ താൽക്കാലികമായിട്ട് ചുമതലയിലുള്ളത്. അങ്ങനെയുള്ള ഇവർ പറഞ്ഞു, എനിക്കത് അങ്ങനെ ഒപ്പിടാൻ വേണ്ടി പറ്റില്ല. അതോടൊരു തന്നെ നമ്മുടെ ബഹുമാനിയായിട്ടുള്ള ശുക്ലയ്ക്ക്, ജിതേന്ദ്രകുമാർ ശുക്ല എന്ന മറ്റേ അയാളുടെ പേര്, അയാൾ ഈ പണി തുടങ്ങിയത് അയാൾ ആദ്യമായിട്ട് ഒരു ഷോറൂമിൻ്റെ മാനേജറായിട്ട് അയാൾ തുടങ്ങുന്നത്. ഷോറൂം മാനേജർ സ്ഥാനത്ത് നിന്ന് പ്രൊമോഷൻ കിട്ടി ഡിവിഷണൽ ഹെഡായി, അവിടെ നിന്ന് സെൻട്രൽ ഹെഡായി സെക്രട്ടറിയുടെ ചാർജിലേക്ക് വന്ന് ഇപ്പോൾ അഡ്വൈസർ ആകാൻ നോക്കുന്നു. അയാൾക്ക് നാളെ ചെയർമാൻ ആവണം. ഇതിന് വേണ്ടിയിട്ടുള്ള പരിപാടിക്ക് വേണ്ടിയുള്ള കത്തുകൾ വാങ്ങിക്കുന്നതിൻ്റെ തിരക്കിനിടയ്ക്കാണ് ഇവർ പറഞ്ഞ് ഞാൻ സെക്രട്ടറി അല്ലാത്തതുകൊണ്ട് സെക്രട്ടറി ഇൻ ചാർജ് എന്ന്. എനിക്ക് മനസ്സിലാവുന്നില്ല അതിനകത്ത് എന്താണ് തെറ്റുള്ളത്. അവർ അത് ശരിയാണുള്ളത്. അപ്പോൾ അവർ പറയുന്ന സമയത്ത് ഇദ്ദേഹം വളരെ രോഷാകുലനാവുകയാണ്. അതിനുശേഷം നടപടി എടുക്കാൻ ശ്രമിക്കുന്നു. ഇവരെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവർ ട്രാൻസ്ഫറിനെ കുറിച്ചിട്ട് അവർ ചെയർമാൻ കത്തുകൾ അയക്കുന്നു. അപ്പോൾ പറയുന്നത് ചെയർമാനോട് പോയിട്ട് മാപ്പ് പറയാനാണ് ഇവരോട് പറയുന്നത്. ഇവർ ചോദിക്കുന്നത്, ഞാൻ എന്തിനാണ് മാപ്പ് പറയേണ്ടത്? എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? അപ്പോൾ എന്ന് വെച്ചാൽ സെക്രട്ടറി ഇൻ ചാർജ് എന്നുള്ള മാറ്റിയിട്ട് സെക്രട്ടറി എന്നുള്ള പേരിൽ ഒപ്പിടാൻ വേണ്ടിയിട്ട്
ഇവർ തയ്യാറായില്ല എന്നുള്ളത് തെറ്റായിട്ട് കണക്ക് കൂട്ടുന്നു. ഇന്ന് മാത്രമല്ല, ഇയാളൊക്കെ കൊടുക്കുന്ന ബില്ല് അപ്പം തന്നെ പാസ്സാക്കി കൊടുക്കണം. കാരണം ഇയാൾ സാധാരണ രീതിയിൽ കോവിഡ് ബോർഡിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന സമയത്ത് ഇയാൾ ഒരുപാട് എക്സിബിഷനുകളിലൊക്കെ പങ്കെടുക്കും. അവിടെയുള്ള ഭാരിച്ച തുകയാണ് വന്നിരുന്നത്. ആ തുക മുഴുവൻ ഇവരെ അനുവദിച്ചു കൊടുക്കണം. ഇവരെങ്ങനെ അനുവദിച്ചു കൊടുക്കുക? ഒരു സ്റ്റാളിൻ്റെ റെൻറ്റ് 50,000 രൂപ ഉണ്ടാവുള്ളൂ, ഇയാൾ 5 ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ട് എഴുതും, അനാമത്ത് ചിലവുകളൊക്കെ കാണിച്ചുകൊണ്ട്. ഈ തരത്തിലുള്ള കെടുകാര്യസ്ഥത ചോദ്യം ചെയ്തു എന്നുള്ളതാണ് ജോളിയും മധു ചെയ്തിട്ടുള്ള വലിയ തെറ്റ്. ശരിക്കതാണ്. അല്ലെങ്കിൽ ഇവർ അന്വേഷണം നടത്തട്ടെ. ഇവരെന്താ അന്വേഷണം നടത്താതിരുന്നത്? അന്വേഷണം നടത്തിയില്ലല്ലോ, ഇവരെ സസ്പെൻഡ് ചെയ്തില്ലല്ലോ, ഇവരെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 56 വയസ്സ് കഴിഞ്ഞിട്ടുള്ള രോഗിയായിരിക്കുന്ന ഭർത്താവ് നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീയെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് നിയമവിധേയമാണോ എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാന പ്രശ്നം. നിയമവിധേയമല്ല. ഇത് വരുന്ന സമയത്താണ് ജോളി ഇതിനെതിരായിട്ട് ഒരു കത്ത് അയക്കാൻ തയ്യാറാവുന്നുണ്ട്. ആ കത്തിൻ്റെ പൂർത്തീകരണത്തിന് മുമ്പായിട്ടാണ് അവർ മരിക്കുന്നത്, അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്നത്. അവർ ടോട്ടലി ഒരു അബോധാവസ്ഥയിലായി. ആ സമയത്താണ് ഇവർ ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ ചെയർമാൻ്റെ നോട്ടുണ്ട്, ഞങ്ങൾ അവരുടെ ഇതാണ് ചെയർമാൻ്റെ കത്ത്, ഇന്നലെ ഇരിക്കുന്ന പ്രസ് റിലീസാണ്. ഈ പ്രസ് റിലീസ് ഡൽഹിയിൽ നിന്നല്ലല്ലോ, കൊച്ചിയിൽ നിന്നാണല്ലോ. ചെയർമാൻ ഈ കത്ത് കണ്ടിട്ടില്ലല്ലോ, ഇവിടുന്ന് ആര് തയ്യാറാക്കിയതാണല്ലോ. അപ്പോൾ അത് ആരൊക്കെയാണെന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ എറണാകുളം ഓഫീസിലിരിക്കുന്ന കോവിഡ് ബോർഡിലെ ചില ഉദ്യോഗസ്ഥന്മാർക്കും ഈ വിഷയത്തിൽ പങ്കുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവർ ചെയർമാൻ്റെ പേരിൽ കത്തയക്കുന്നു. ആ കത്തിൽ പറയുന്നു ഇവരുടെ ഇത് ക്യാൻസൽ ചെയ്തു. മറ്റൊരു പണിയും കൂടി ഇവർ നടത്തി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇവർ പോകാതെ വന്ന സമയത്ത് ഓഗസ്റ്റിൽ മറ്റേ ഇവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് പറഞ്ഞു ഇവർക്ക് ശമ്പളം കൊടുക്കേണ്ടെന്ന് തീരുമാനിച്ചു. 5 മാസമായിട്ട് ഇവർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല. 5 മാസക്കാലമായിട്ട്. ഇത് തീരുമാനിക്കാൻ ആരാ? ഈ ചെയർമാൻ ആരാ? ഈ ശുക്ല എന്ന് പറയുന്ന സെക്രട്ടറി ആരാ? ഇയാളുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന സ്വത്താണോ? സർക്കാരിൻ്റെ ശമ്പളമല്ലേ? സസ്പെൻഡ് ചെയ്യുന്ന ആൾക്ക് പോലും 50% ശമ്പളം കൊടുക്കണം. അത് കൊടുക്കാതെ കണ്ട് ഈ സ്ത്രീയെ വലച്ചത് ഈ ശുക്ല എന്ന് പറയുന്ന ആളും ഇപ്പോഴത്തെ നിലവിലെ ചെയർമാനും ഇവിടെയുള്ള വേറെ ചില എബ്രഹാം എന്ന് പറയുന്നൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ ചാർജുള്ള ആളുണ്ട്. അയാളടക്കമുള്ള ആളുകളാണ് ഇതിന് ഉത്തരവാദികൾ. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇവർക്കെതിരായിട്ട് നടപടിയെടുക്കണം. ഇവർക്ക് കൊലക്കുറ്റത്തിന് ഇവർ ഉത്തരവാദികളാണ്. ഈ സ്ത്രീ മരിച്ചത് ആത്മഹത്യയല്ല, സാധാരണ അവർക്ക് ഒരുപക്ഷെ അവരുടെ അസുഖം മൂലം മരിച്ചതായിരിക്കാം. അസുഖം മൂലമാണെങ്കിലും പെട്ടെന്ന് വന്നിരിക്കുന്ന സ്ട്രോക്കിൽ മരിച്ചിരിക്കുന്ന ഇത് അത്യന്തം വേദനാജനകമാണ്. മനുഷ്യത്വമുള്ള ഒരാളെ പോലും സംബന്ധിച്ച് പോലും ഇത് അംഗീകരിക്കാൻ സാധ്യമല്ല. ഇതിനെതിരായിട്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം. ഇന്ന് കോവിഡ് ബോർഡിൽ നടക്കുന്നത് കെടുകാര്യസ്ഥതയാണ് നടക്കുന്നത്, അഴിമതിയാണ് നടക്കുന്നത്, ഉദ്യോഗസ്ഥന്മാരുടെ ഏറ്റവും കൂടുതൽ സ്വാധീനമാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അതായത് ഈ ഉദ്യോഗസ്ഥന്മാരുടെ തെറ്റായ പ്രവണതകൾക്കെതിരെ ആര് വിരൽ ചൂണ്ടിയാലും അവരെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക, അവരെയൊക്കെ ഭീഷണിപ്പെടുത്തി നിൽക്കുക. ഇത് ഒരു എന്താ പറയുക, അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സ്റ്റേറ്റ് ആയാലും കേന്ദ്ര ആയാലും എവിടെയും ഈ ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്നത് ഒരു വലിയ കെടുകാര്യസ്ഥതയും അഴിമതിയും തന്നെയാണ്. അല്ല, അതിന് സംശയം എന്താ? നിങ്ങൾ കോവിഡ് ബോർഡ് മാത്രം എക്സാമ്പിൾ എടുക്കുക. കേരളത്തിൻ്റെ ഒരു സമയത്ത് കേരളത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന മത്സ്യവും തെങ്ങും നെല്ലുമാണ് കേരളത്തിൽ കൂടുതലുണ്ടായിരുന്നത്. തെങ്ങെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇന്നിപ്പോൾ ലോട്ടറിക്ക് കൊടുക്കുന്ന സ്ഥാനമാണ് തെങ്ങിനുണ്ടായിരുന്നത്. കേരളത്തിൻ്റെ ഏറ്റവും കൂടുതൽ വരുമാനമാണ് തെങ്ങ്. അങ്ങനെയുള്ള തെങ്ങിൻ്റെ കയറ് വിരിച്ചുണ്ടാക്കുന്ന സാധനങ്ങൾ മുഴുവൻ കയറുൽപ്പന്ന കേന്ദ്രങ്ങൾക്ക് അടച്ചുപൂട്ടി. ഏകദേശം കോവിഡ് ബോർഡിൽ അടച്ചുപൂട്ടൽ ഭീഷണിയിലേക്കാണ്. ഇത് വന്നത് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനം കൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭർത്തൻ പറഞ്ഞ വലിയ പ്രശ്നം കൂടിയുണ്ട്. ഇവരെങ്ങനെയാണ് ആളുകൾ ദ്രോഹിക്കുക എന്നുള്ളത്. ഇന്നിപ്പോൾ ഈ സ്ത്രീ മരിച്ചല്ലോ. ഈ സ്ത്രീ മരിച്ചതിന് സാധാരണ രീതിയിൽ ഇവർ ഉദ്യോഗസ്ഥയാണ്, നിലവിൽ കോവിഡ് ബോർഡിൽ ഉദ്യോഗസ്ഥയാണ്. അവരുടെ ബോഡി, അവരുടെ മൃതശരീരം എവിടേക്കാണ് പ്രദർശിപ്പിക്കേണ്ടത്? സ്വന്തം വീട്ടിൽ മാത്രമാണോ? അല്ലല്ലോ. അവർ പ്രവർത്തിക്കുന്ന ഓഫീസിൽ അത് പ്രദർശിപ്പിക്കേണ്ടതല്ലേ? അവിടെ വലിയ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പ്രദർശിപ്പിക്കുന്നുണ്ട് അവിടെ. അത് ഇല്ലയെന്ന് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് കോവിഡ് ബോർഡിൻ്റെ ഓഫീസിൽ അവരുടെ മൃതശരീരം കയറ്റാൻ പാടില്ലെന്ന് ഈ പറയുന്ന ഈ പ്രസ് റിലീസ് ഇറക്കിയിരിക്കുന്ന ചെയർമാൻ തിട്ടൂർ ഇറക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവിടുത്തെ 2 ഗേറ്റുകൾ അടച്ചുപൂട്ടിയിരിക്കുന്നു മൃതദേഹം കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ട്. അവിടുത്തെ ജീവനക്കാർക്ക് 100 കണക്കിന് ജീവനക്കാർ അവിടെയുണ്ട്. ആ ജീവനക്കാർക്ക് മൃതദേഹം കാണാൻ സാധിക്കുന്നില്ല. അവരെല്ലാവരും കൂടി ആ വീട്ടിൽ പോയാലുണ്ടാവുന്ന അവസ്ഥ നമ്മൾ പറയണ്ടല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധാരണ നിലയ്ക്ക് ആരെങ്കിലും എവിടെയെങ്കിലും പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രവൃത്തി കേന്ദ്രത്തിൽ മൃതദേഹങ്ങൾ പ്രദർശിപ്പിക്കാറുണ്ട്, ദർശനത്തിന് വെക്കാറുണ്ട്. ഇതൊന്നും അനുവദിക്കുന്നില്ല. അത് ഒരു കടുത്ത പ്രതികാരമാണ് ചെയർമാനും മുൻ സെക്രട്ടറിക്കും ഇവരോടുള്ളത്. ഇത് ശരിക്കും ഒരിക്കലും ഒരു സ്ഥാപനത്തിൻ്റെ സ്വച്ഛന്തമായിട്ടുള്ള നടത്തിപ്പിന് ഒരിക്കലും സഹായകരമല്ല, ഇതിന് വിരുദ്ധമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്
ഈ സ്ത്രീയുടെ വേർപാടിൽ ഇവരുടെ നിര്യാണത്തിൽ ഈ പറയുന്ന ചെയർമാനും മുൻ സെക്രട്ടറി എന്ന് പറയുന്ന ശുക്ലയ്ക്കും അതേപോലെ അഡ്മിനിസ്ട്രേറ്റർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട 4 പേരുണ്ട്. ഈ 4 പേർക്കെതിരായിട്ട് കൊലക്കുറ്റത്തിന് നടപടിയെടുക്കണം. ഇവരെ യഥാവിധി ശിക്ഷിക്കേണ്ടത് ആവശ്യമാണെന്നാണ് ഈ വിഷയത്തെ സംബന്ധിക്കുന്ന എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും നന്ദേട്ടൻ പറഞ്ഞതുപോലെ വളരെ ദാരുണമായ സംഭവമാണ്. ഇവർക്ക് എന്തായാലും നീതി കിട്ടണം. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്നും എത്രയും പെട്ടെന്ന് ഈ കുറ്റം ചെയ്ത ആളുകൾക്കെതിരായി കൊണ്ട് നടപടി ഉണ്ടാവണമെന്ന് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്. എന്തായാലും നമുക്ക് അടുത്തൊരു വിഷയത്തിൽ ഇതുമായി കൂടുതൽ ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.